അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് തോൽവി. തുടർച്ചയായ രണ്ടാം തവണയാണ് ബംഗ്ലാദേശ് അണ്ടർ-19 ഏഷ്യ കപ്പിൽ മുത്തമിടുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ ഇന്ത്യ 49.2 ഓവറിൽ 198 റൺസിൽ ഒതുക്കിയിരുന്നു. എന്നാൽ 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് ഓപ്പണർമാരെ വേഗത്തിൽ തന്നെ നഷ്ടമായി. ഒരു റണ്ണുമായി ആയുഷ് മാത്രയും 9 റൺസ് മാത്രമെടുത്ത വൈഭവ് സൂര്യവംശിയും മടങ്ങിയതോടെ പ്രതിരോധത്തിലായ ഇന്ത്യ ഒരു ഘട്ടത്തിൽ 92 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലായി. ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അമൻ ആവേശകരമായ പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും വിക്കറ്റ് നഷ്ടമായതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. ഒടുവിൽ 36 ഓവറിൽ 139 റൺസിന് ഇന്ത്യയെ ബംഗ്ലാദേശ് പുറത്താക്കി. 59 റൺസിന് വിജയിച്ച വീണ്ടും ഏഷ്യ കപ്പ് ഉയർത്തുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തതോടെയാണ് മത്സരം ആരംഭിച്ചത്. ഷിഹാബ് ജെയിംസും ആർ ഹൊസൈനും ബംഗ്ലാദേശിനായി നിർണായക ഇന്നിംഗ്സ് പുറത്തെടുത്തെങ്കിലും അർദ്ധ സെഞ്ചുറികൾ നഷ്ടമായി. ജെയിംസ് 67 പന്തിൽ 40 റൺസും ഹൊസൈൻ 65 പന്തിൽ 47 റൺസും നേടി. അതേസമയം 49 പന്തിൽ 39 റൺസുമായി ഫൈസൽ ഹസൻ പുറത്തായി. ഇന്ത്യയ്ക്കായി വൈഹ് ഗുഹ, ഹാർദിക് രാജ്, ചേതൻ ശർമ്മ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. ടൂർണമെന്റിൽ പാകിസ്ഥാനോട് ആദ്യ ദിനം തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും സെമി ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരായ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം ഉൾപ്പെടെ അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ മികച്ച രീതിയിലാണ് കളിച്ചത്. എന്നാൽ ഫൈനലിൽ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് 1.1 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ 13-കാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ ഈ ടൂർണമെന്റിലും ശ്രദ്ധ നേടി. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.